ഹലോ ഹലോ ഹലോ. അപ്പം നമ്മളിത് ചെയ്യാൻ പോണത് ഒരു ചെറിയൊരു ഹെയർ പാക്കാണ് കേട്ടോ. ഹെയർ പാക്ക് പറഞ്ഞാൽ നമ്മൾ ഈ ചെമ്പരത്തി ഇല കണ്ട, ചെമ്പരത്തി ഇലീൻ്റെ ഇല മാത്രമാണ് നമ്മൾ ഇല പൂവും കൂടിയിട്ട് അരച്ചിട്ട് തലയിൽ തേക്കലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. നമുക്ക് കുറച്ച് ഇല വലിക്കാം കേട്ടോ. നല്ല ഇല നോക്കി വലിക്കണം. പൂവൊക്കെ നല്ലതാണ് കേട്ടോ. തലയിലേക്ക് തേച്ച് കുളിച്ചല്ലേ മുടി സെറ്റപ്പായി വളരും. നല്ല ഇല നോക്കി വലിക്കണം കേട്ടോ. ഇല്ല ഈ പുഴുക്കലുള്ള ഇലയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കില്ല. ചില മതി ഒരാളുടെ വലി തേക്കാനല്ലേ, നിറയെ ഇല വലിച്ചു കൂട്ടിയിട്ട് നല്ല ഇല നോക്കി വയ്ക്കണം. ദിവസം നമ്മൾ ഈ തലയിൽ ഈ സാധനം തേക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം മുടി വേറെ ലെവലിൽ വളരും കേട്ടോ. അതിനൊരു സംശയമില്ല. അടിപൊളി സാധനമാണ്. എല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞത് മാത്രം. നല്ല അടിപൊളി ഇല നോക്കി വരിക്കുക. കുറച്ച് പൂക്കൾ വരിക കേട്ടോ. പൂക്കൾ വരിക, പൂക്കൾ അടിപൊളി സംഭവമാണ്. ഇത് തേച്ചിട്ട് കൂടുതൽ നേരം തലയിൽ വെക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം തേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പിടിക്കണ്ട പനി. ഫസ്റ്റ് ദിവസമൊക്കെ തേക്കുന്ന സമയത്ത് കയറി വന്ന് ഒരു 5 മിനിറ്റ് നേരം കഷ്ടിച്ച് തേച്ചിട്ട് പെട്ടെന്ന് കുളിക്കണം. തേച്ച് ദിവസം തേച്ച് ശീലമുള്ളവരാണ് പറഞ്ഞല്ലേ, ഒരു 5-10 മിനിറ്റൊക്കെ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും തലയിൽ. ഫസ്റ്റ് തേക്കുന്നവർ ഒരു അരമണിക്കൂർ നേരമൊക്കെ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ പിറ്റേ ദിവസം അവന് പനി തന്നെ. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് നേരെ അത് കൊണ്ട് പോകണമെന്ന് വഴിക്ക് അറിയോ, തോട്ടിക്കാണ് കേട്ടോ. നമ്മുടെ തോട്ടിക്ക്, അപ്പോൾ നമ്മുടെ പാടത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കുന്നത് തലയിൽ ഹെയർ പാക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു കായ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സംഭവം കായ നല്ല അടിപൊളി സാധനമാണ്. ഈ സാധനം വെച്ചിട്ടേ നമ്മളിങ്ങനെ ഊതും. നോക്കിയോട്ടോ, അണ്ടാ സൂപ്പർ സാധനം കേട്ടത്. ചെറുപ്പത്തൊക്കെ ഇങ്ങനെ ഒരുപാട് ഊരിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ പാടം കേട്ടോ ഏകദേശം കൊയ്യാറായിട്ടുണ്ട്. പാടം കണ്ടോ തെറ്റല്ലേ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് സാധനം അവിടെ പാടത്ത് പാടത്തല്ല നമ്മുടെ തോട്ടിൽ കൊണ്ടുവന്ന് വരയ്ക്കാൻ പോയിട്ടാണ്. വരച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. ഇലകൾ കേട്ടോ, വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം കൊണ്ടേ കുറച്ച് കേൾക്കാൻ നല്ല ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ. നമ്മൾ വരച്ച് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ തോട്. ആദ്യം നിറയെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളം കമ്മിയാണ് കേട്ടോ. വരയ്ക്കാം. ആളി വരയ്ക്കാൻ സുഖമുണ്ടോ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ വേറൊരു താളി ഇട്ട് വയർത്താളി, അത് സംഭവം പവർ സാധനം കേട്ടോ. അത് തേച്ചാലും മുടി നന്നായിട്ട് വളരും. ഇത് സ്ഥിരമായിട്ട് തേക്കിയെന്ന് പറഞ്ഞല്ലേ ഒരു മുടി പോലും പൊഴിയില്ല കേട്ടോ. സംഭവം സെറ്റപ്പാണ്.
കപ്പൂണൊന്നും കപ്പ് പിഴിഞ്ഞെടുക്കും. ഫിൽറ്റർ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിൽറ്ററൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേക്കാൻ പോകും. ഫിൽറ്റർ ചെയ്യാനുള്ള നമ്മൾ സെറ്റപ്പൊന്നും കൊണ്ടുവന്നില്ല. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് തലയിൽ തേക്കാൻ പോകുന്നു. അപ്പോൾ അതെങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സംഭവം. ഇതാണ്ടാ, അത് ശരിക്കും പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ സംഭവം തേക്കിയതാണ്ടാ. ചെറിയ ചെറിയ അതിൻ്റെ ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് എന്താ പറയുക കിട്ടിയേക്കുന്നത്. നമുക്ക് തേക്കാം. ഞാൻ പറയാലോ, ഈ സാധനം തേച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റിനുള്ളിൽ കുളിക്കണം. ഇല്ല പനി തന്നെ ഉറച്ചു. തേച്ച് നല്ല ശീലം വേണ്ട. ഷാമ്പൂ ഒന്നും അല്ല കേട്ടോ അതിൻ്റെ മുന്നിൽ. അടിപൊളി സാധനമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് മുട്ടേ? ഇനി ഒരു 5 മിനിറ്റ് വെയിലത്ത് നിൽക്കുക. വെയിലത്ത് നിൽക്കരുത് കേട്ടോ. വെയിലത്ത് നിന്ന തലയിൽ നീരിറങ്ങിയിട്ട് പിറ്റേന്ന് പനി പിടിച്ചതൊക്കെ കിടക്കേണ്ടി വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വെള്ളത്തിൽ നീരാടാം. പിന്നെ വരുന്ന അപ്പോൾ 5 മിനിറ്റ് നേരം നമ്മുടെ തലയിൽ വെക്കണം. എന്നാലേ അത് കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരൊറ്റ കുളി. ഓക്കെ, ഇങ്ങനെ നീന്താൻ അറിയില്ല കേട്ടോ. അപ്പം നീന്താൻ പഠിപ്പിക്കുകയാണ്. പിന്നെ നീന്താ നീന്താ. അയ്യോ, മണ്ണുമില്ലാത്ത കാരണം ഞാൻ മുട്ടുമുട്ടി നടക്കുന്നത്. കണ്ണിക്കാനി വെള്ളത്തിൽ വെക്കണി നീന്താൻ പഠിപ്പിക്കുക ഗൈസ്. അപ്പോൾ കുളിക്കാൻ പോവാണ്, തല നനയ്ക്കാൻ പോവാണ്. 5 മിനിറ്റ് 6-7 മിനിറ്റോളം ആയിട്ടാണ് കുളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ മുടി കണ്ട ശരിക്കും പറഞ്ഞാൽ ഷാമ്പൂ ഇട്ട് പതപ്പിച്ച പോലെ ഇല്ലേ? സൂപ്പറായിട്ടില്ലേ തല? ഇതാ നോക്കിക്കോളൂ, നല്ല സ്മൂത്താട്ടോ സംഭവം, അടിപൊളിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ ബൈ.